അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 86 സങ്കീർത്തനം 13 വാക്യം നമുക്ക് വായിക്കാം. എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 5 പുസ്തകങ്ങളുടെ കൂട്ടം എന്ന് അർത്ഥം വരുന്ന പേരാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പഞ്ചഗ്രന്ഥം. ഈ പുസ്തകം അംഗീകരിക്കുന്ന എഴുത്തുകളെ മാത്രമേ 1-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ അംഗീകരിക്കാത്ത 1000-ൽ അധികം പുസ്തകങ്ങൾ വേറെയുണ്ട്. എന്നാൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പുസ്തകങ്ങളെ ന്യായപ്രമാണ പുസ്തകം എന്നും വിളിക്കുന്നു. മനുഷ്യൻ അനുസരിക്കേണ്ട കാര്യങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ദൈവമാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തത്. അതുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ വിലയുള്ളതായി തീർന്നത്. ന്യായപ്രമാണ പുസ്തകം ഒറിജിനൽ സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് 119 സങ്കീർത്തനം 89 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വചനം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനെയാണ്. നമ്മുടെ കൈവശമുള്ള 66 പുസ്തകങ്ങളുടെ സമാഹാരത്തെ എഴുതപ്പെട്ട ദൈവവചനം അഥവാ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് എന്നും ലോഗോസ് എന്നുമാണ് വിളിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവന് ദൈവവചനം എന്ന് പേർ എന്നത് ലിവിങ് വേർഡ് ഓഫ് ഗോഡാണ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവാണത്. ഈ പുസ്തകം ആര് തിരുത്തിയാലും വലിയ ശിക്ഷാവിധി അവർക്കുണ്ടാകുമെന്ന് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളെ ന്യായപ്രമാണ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ആ ന്യായപ്രമാണ പുസ്തകത്തിൽ 3 വിധത്തിലുള്ള പ്രമാണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മോറൽ ലോ, സെറിമോണിയൽ ലോ, സിവിൽ ലോ എന്നിവയാണ് അത്. ഇതിൽ സെറിമോണിയൽ ലോ മാറിപ്പോയി. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ സകലവിധ പഴയ നിയമ ആചാരാനുഷ്ഠാനങ്ങളും നീങ്ങിപ്പോയി. ആചാര അനുഷ്ഠാനങ്ങളും കർമ്മമാർഗങ്ങളുമാണ് സെറിമോണിയൽ ലോയിൽ ഉള്ളത്. പെരുന്നാളുകൾ, വാവുകൾ മുതലായവ എല്ലാം സെറിമോണിയൽ ലോയിൽ ഉൾപ്പെടുന്നു. അഹരോന്റെ പൗരോഹിത്യം മാറിപ്പോയതിനാൽ ആ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ വരുന്ന ന്യായപ്രമാണത്തിലെ സെറിമോണിയൽ ലോ പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത് എന്ന് യേശു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ യേശു പ്രസ്താവിച്ച ന്യായപ്രമാണം മോറൽ ലോ ഓഫ് ദ ലോർഡ് ആണ്. പഴയ നിയമത്തിൽ പ്രവൃത്തിയാൽ മാത്രമേ വ്യഭിചാരം, കൊലപാതകം എന്നിവ നടക്കുകയുള്ളൂ. എന്നാൽ യേശു പഠിപ്പിച്ചത് മോശമായ ചിന്തയാൽ സ്ത്രീയെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു എന്നും സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നുമാണ്. ന്യായപ്രമാണത്തിലെ മറ്റൊരു നിയമം സിവിൽ ലോ ആണ്. അത് നമുക്കുള്ളതല്ല, യഹൂദന്മാർക്ക് മാത്രം ഉള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അമേരിക്കക്കാർക്ക് ബാധകമല്ലാത്തതുപോലെ ഇസ്രയേലിൻ്റെ നിയമങ്ങൾ നമുക്ക് ബാധകമല്ല. എന്നാൽ ന്യായപ്രമാണത്തിലെ മോറൽ ലോ അഥവാ സാൻമാർഗിക നിയമങ്ങൾ ഭൂമിയിലെ സകല മനുഷ്യർക്കും ബാധകമാണ്. അതിൽ പാളിച്ചകൾ വന്നാൽ നിശ്ചയമായി നിത്യനരകത്തിൽ നാം വീഴുവാനിടയായി തീരുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതും ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ അത് ഊന്നി പറയുകയും സകല ലേഖനങ്ങളിലും ഈ കാര്യങ്ങൾ നമ്മെ ഓർപ്പിച്ചുണർത്തുകയും ചെയ്യുന്നു. ഈ നിയമങ്ങൾ നമുക്ക് തന്നത് മോശയോ മറ്റേതെങ്കിലും ആചാര്യന്മാരോ ഇന്നുള്ള പുരോഹിതന്മാരോ സഭയോ അല്ല. സർവ്വ അധികാരങ്ങളുമുള്ള യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവർ തകർന്നിട്ടേ ഉള്ളൂ. 1-ാം നൂറ്റാണ്ടിലെ യേശുവിൻ്റെ ശിഷ്യന്മാരും സഭാപിതാക്കന്മാരും അംഗീകരിക്കാത്ത അനേക പുസ്തകങ്ങളുണ്ട്. അവയിൽ ചിലത് അപ്പോക്രിഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പുസ്തകങ്ങൾ ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളോട് കൂറ് പുലർത്തുന്നില്ല എന്നതിനാലാണ് ആ പുസ്തകങ്ങൾ
ആ പുസ്തകങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ സഭാപിതാക്കന്മാർ തള്ളിക്കളഞ്ഞത്. തന്നെയുമല്ല, അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ഉള്ള അനേകം കാര്യങ്ങൾ ദൈവം വെറുക്കുന്ന പാപങ്ങളാണെന്ന് ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കുവാൻ പാടില്ല എന്നും ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്നല്ല, നിശ്ചയമായി നാം അത് അനുസരിച്ചേ ഒക്കൂ എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. കാരണം നമുക്ക് ശ്വസിക്കുവാൻ സൗജന്യമായി ഓക്സിജനും ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെയും തന്ന് സർവ്വനന്മകളാലും നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ചെറിയ പ്രായം മുതൽ പഠിക്കുകയും അനുസരിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു തനിക്ക്. ആടിന് തീറ്റുന്ന സ്ഥലത്ത് പോലും കിന്നരം ഉപയോഗിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നവനും ദൈവത്തിൻ്റെ പ്രിയ മകനുമായിരുന്നു ദാവീദ്. ദൈവം അവനെ തള്ളയാടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്നും ഉയർത്തി. ആ കാലത്ത് ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ശൗലിനെ നീക്കി ഇസ്രയേലിൻ്റെ രാജാവാക്കി തീർത്തു. ഇസ്രയേലിൻ്റെ രാജാവാക്കുവാൻ ദൈവം അവനിൽ കണ്ട ഒരേ ഒരു യോഗ്യത ദൈവത്തിൻ്റെ ഇഷ്ടമെല്ലാം അവൻ ചെയ്യും എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ദൈവത്തിന് ബോധിച്ചു. ഇസ്രയേലിന് രാജാവാക്കി അവനെ ഉയർത്തി. അവൻ്റെ മുൻഭാഷക്കാരനായ ശൗൽ അതിനെ എതിർത്തെങ്കിലും യഹോവയാൽ അവൻ രാജാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാകയാൽ അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദാവീദിനോട് യുദ്ധം ചെയ്തവർ ഗിൽബോവ പർവ്വതത്തിലും വനത്തിലും കയറിലും അവസാനിച്ചു. അവരെ ആരെയും ദാവീദ് ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്തില്ല. ദാവീദിൻ്റെ ശത്രുക്കൾ അവരുടെ അനുസരണക്കേടിനാൽ, അവരുടെ ദൈവത്തോടുള്ള അനുസരണക്കേടിനാൽ അവർ തന്നെ മരണം വരിച്ചു. അങ്ങനെ ദാവീദിൻ്റെ സിംഹാസനം സ്ഥിരമായി. സാഹചര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമായി. ദാവീദ് ഇസ്രയേൽ രാജാവായി വാണുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അഹിതോഫിലിൻ്റെ മകനായ ഏലിയാമിൻ്റെ മകളും ഊരിയാവിൻ്റെ ഭാര്യയുമായിരുന്ന ബത്ശേബയെ ഭാര്യയായി എടുത്ത് വ്യഭിചാരം ചെയ്യുകയും ബത്ശേബയുടെ ഭർത്താവായ ഊരിയാവിനെ വാൾ കൊണ്ട് കൊല്ലിക്കുകയും ചെയ്തു. അന്യപുരുഷൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് 2 പേരെയും കല്ലെറിഞ്ഞു കൊന്നുകളയണം. രാജാവും ബത്ശേബയും വയലിൽ വെച്ചാണ് ഒന്നിക്കുന്നതെങ്കിൽ ദാവീദിനെ മാത്രം കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. കാരണം വയലിൽ വെച്ച് പ്രശ്നമുണ്ടാകുമ്പോൾ ബത്ശേബ നിലവിളിച്ചാലും അവളെ രക്ഷിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല. അതിനാലാണ് അവളെ കൊല്ലാതെ വിടണമെന്ന് ന്യായപ്രമാണം കൽപ്പിക്കുന്നത്. എന്നാൽ ബത്ശേബ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തപ്പെട്ടവളാണ്. അവൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നു. ആകയാൽ ആ കുറ്റത്തിൽ അവളും പങ്കാളിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ അവൾ ഇസ്രയേൽക്കാരത്തി അല്ലാത്തതിനാൽ അവൾക്ക് ന്യായപ്രമാണം ബാധകമല്ലായിരിക്കാം, അത് നമുക്കറിയില്ല. എന്നാൽ ദാവീദ് നിശ്ചയമായും വ്യഭിചരിച്ചു. അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവനാണ്. അതുപോലെ തന്നെ ഊരിയാവിന് വാൾ കൊണ്ട് കൊല്ലിച്ചു. ആ വകയിലും അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ഈ 2 പാപങ്ങൾക്കും ഇസ്രയേലിൽ യാഗമില്ല. ആ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അല്പം ശിക്ഷയെല്ലാം ദൈവത്തിൽ നിന്നും ലഭിച്ചെങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ച് മരണത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. അന്ന് അവൻ്റെ പാപത്തിന് ദൈവം അവനെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ അവൻ നിത്യ നരകത്തിന് യോഗ്യനായി തീരുമായിരുന്നു. 86-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവമേ, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമപാതാളം എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോവസ്റ്റ് ഹെൽ എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോവസ്റ്റ് ഹെല്ലിന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പുറത്തുള്ള ഇരുട്ട് എന്നാണ്. ഇത് നരകത്തിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും നരകം എന്നത് വേദനാജനകം തന്നെയാണ്. ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹാദയയാൽ എൻ്റെ ആത്മാവിൻ്റെ ദൈവം നരകത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന്. നാം ദാവീദിനെ രക്ഷിച്ച കാര്യമാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അതേ ദൈവം നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ എന്ത് ചെയ്തു എന്ന് അല്പമായി ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പശുത്തൊട്ടി മുതൽ കാൽവരി ക്രൂശ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം കഷ്ടതയും നിന്ദയും പ്രതികൂലങ്ങളും നിറഞ്ഞതായിരുന്നു. കന്യകയിൽ നിന്നും അവൻ ജനിച്ചു. അതുപോലെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. 30 വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് മുതൽ കാൽവരി ക്രൂശിൽ അവൻ തകർക്കപ്പെടുന്നത് വരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവൻ ചെയ്ത അത്രയും അത്ഭുതങ്ങൾ
അടയാളങ്ങൾ ഭൂമിയിൽ ആരും ചെയ്തിട്ടില്ല. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്ന് യേശു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമായിരുന്നു യേശുവിന്. അത്ര സ്വാധീനം മറ്റൊരു നേതാവിനും ഉണ്ടായിട്ടില്ല. അവൻ സഹിച്ച നിന്ന ഇന്നുവരെയും ആരും സഹിച്ചിട്ടില്ല. അവൻ സഹിച്ച അപമാനം ഇന്നുവരെയും ആരും അനുഭവിച്ചിട്ടില്ല. അവൻ ഏറ്റിട്ടുള്ള തുപ്പൽ ആരും ഏറ്റിട്ടില്ല. അവനെപ്പോലെ ഇന്നുവരെ ആരും മറ്റുള്ളവരാൽ കൈവിടപ്പെട്ടിട്ടില്ല. യേശുവിനെ പോലെ വ്യസനപാത്രമായി തീർന്നവൻ മറ്റാരുമില്ല. എന്നാൽ വിദ്യാഭ്യാസം ചെയ്യാതിരുന്ന യേശുവിനെ പോലെ ജ്ഞാനിയായിരുന്ന ഒരുത്തനും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഒരു പുസ്തകം പോലും യേശു എഴുതിയിട്ടില്ല. എന്നാൽ അവനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലെ ആരെക്കുറിച്ചും ഭൂമിയിൽ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. അവനൊരു പാട്ടും എഴുതിയിട്ടില്ല. എന്നാൽ അവനെക്കുറിച്ചുള്ള പാട്ടുകൾ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അവൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല എങ്കിലും അവനെ നല്ല ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എല്ലാ അധ്യാപകന്മാരും സമർത്ഥരായ കുട്ടികളെ പഠിപ്പിച്ച് തങ്ങളുടെ കഴിവ് കൊണ്ട് കുട്ടി സമർത്ഥനായി തീർന്നു എന്ന് പറയുവാൻ സമർത്ഥന്മാരെ മാത്രം സ്വീകരിക്കുമ്പോൾ യേശു അല്പം പോലും കഴിവില്ലാത്തവരെ പഠിപ്പിച്ച് ശ്രേഷ്ഠരാക്കി തീർത്തിരിക്കുന്നു. ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവരെ ഒഴിവാക്കി അവരുടെ ബുദ്ധിയെ ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവർ ഒഴിവാക്കുന്നവരാണ് ഭൂമിയിലെ ടീച്ചേഴ്സ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവരെ അവരുടെ ബുദ്ധിയെ തുറന്ന് ജ്ഞാനം നിക്ഷേപിക്കുന്നവനാണ്. കാൽവരി ക്രൂശിൽ അവൻ അനുഭവിച്ച വേദനയും നിന്നയും പറഞ്ഞറിയിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഗത്സമന മുതൽ കാൽവരി ക്രൂശ് വരെ അവൻ പിച്ചി ചീന്തപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അതെന്ന് ചോദിച്ചാൽ യേശു പറയും, നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് എന്ന്. എല്ലാവരും താൻ കേമനാണെന്നും ദൈവമാണെന്നും പറഞ്ഞ് മനുഷ്യരാൽ ആരാധന സ്വീകരിക്കുമ്പോൾ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യനെ സേവിച്ചു. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മനുഷ്യനെ താഴ്മയുള്ളവനാക്കി തീർത്ത് ദൈവരാജ്യത്തിൽ അവരെ അവകാശികളാക്കുവാനാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപവും ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും അധമപാതാളത്തിൽ നിന്ന് മോചനവും ദൈവമക്കൾ എന്ന പദവിയും ലഭിച്ചിരിക്കുന്നു. അത് നമ്മോടുള്ള യേശുവിൻ്റെ സ്നേഹവും കരുണയും അത്ര വലുതായിരുന്നു. നമ്മെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുവാനായി അവൻ്റെ ജീവൻ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആകയാൽ ആ യേശുവിൻ്റെ വചനമായ ബൈബിൾ നമുക്ക് മുടങ്ങാതെ വായിക്കുകയും ബൈബിളിലെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനവും രോഗസൗഖ്യവും കൊടുത്ത് സഹായിക്കണമേ. അങ്ങയെ തിരിച്ചറിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാത്തക്കവണ്ണം അവരുടെ ഹൃദയക്കണികളെ തുറക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.